ആരാത്? അല്ല, നിങ്ങൾ ആരാ? സർ, എന്റെ പേര് രേഖ എന്നാണ്. അശ്വിൻ സാർ ഒരു ജോലിയുടെ കാര്യത്തിന് നിങ്ങളൊന്ന് കാണാൻ പറഞ്ഞു. അശ്വിനോ? ശരിയാകത്തോ? അവിടെ ഇരിക്കി. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ 2 മിനിറ്റുള്ളിൽ വരാം. ഓക്കെ സർ. ജ്യൂസ് കുടിക്കേ? എനിക്ക് വേണ്ട സർ. അയ്യോ, ഫസ്റ്റ് ടൈം വന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും കുടിക്കായിരുന്നില്ല? എങ്ങനെ കുടിക്കേ? ഇനി കാര്യം പറയാം. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തു വന്നിട്ടുണ്ടോ? ഉണ്ട് സർ, എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കാണിച്ച്. നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞ അച്ഛൻ ഇന്നലെ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നീ വിചാരിക്കുന്ന പോലെ നിനക്ക് ഗവൺമെന്റ് ജോലി വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 10 ലക്ഷം എങ്കിലും ചെലവാക്കേണ്ടി വരും. സർ, എനിക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളപ്പോ 10 ലക്ഷം രൂപ കൊടുത്തു വേണോ ജോലി മേടിക്കാൻ? നീ ഏത് കാലത്തിലാ ജീവിക്കുന്നത്? ഈ കാലത്ത് കാശില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല മോളെ. നോർമലായിട്ട് ഈ ജോലിക്ക് 20 ലക്ഷം ചോദിക്കുന്നത്, അത് മനസ്സിലാക്കിയോ? അശ്വിന് വേണ്ടിയാണ് 10 ലക്ഷം രൂപ. 10 ലക്ഷം റെഡിയാക്കാന്ന് വെച്ചാ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സർ. നോക്ക്, നീ 10 ലക്ഷം രൂപ കൊടുത്ത് ഈ ജോലിക്ക് കയറി കഴിഞ്ഞാലുണ്ടല്ലോ, മാസം നിനക്ക് 50,000 രൂപ ശമ്പളമായിട്ട് കിട്ടുന്നേ. വെറും 2 വർഷം കൊണ്ട് നീ മുടക്കിയ കാശ് നിന്റെ കയ്യിലോട്ട് ഈസി ആയിട്ട് തിരിച്ചു വരുമല്ലോ. 2 വർഷത്തിന് ശേഷം മാസം മാസം കിട്ടുന്ന ശമ്പളം പിന്നെ നിന്റെ ലാഭമാണല്ലോ. അതൊക്കെ ശരിയാ. എന്നാ അത്രയും കാശ് തരാനൊക്കെ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല സർ. ധൃതി പിടിക്കണ്ട. നിന്റെ പരിചയക്കാരും ബന്ധുക്കളുമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിച്ചു നോക്ക്. അയ്യോ ഇല്ല സർ, ആരെ കൊണ്ടും ഇത്രയും കാശൊന്നും റെഡിയാക്കാൻ പറ്റില്ല. 1 ലക്ഷമോ അതോ 2 ലക്ഷമോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും റെഡിയാക്കാം. എന്താ ഇത്? നീ ഇപ്പൊ ഏത് കാലത്തിലാ ജീവിക്കുന്നത്? ആ കാശിനൊക്കെ ഗവൺമെന്റിലെ ടെമ്പററി ജോബ് പോലും കിട്ടാൻ പോകുന്നില്ല. പ്ലീസ് സർ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ഇത് സാധിക്കും. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യേ. നിനക്ക് വേണ്ടി ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ. ചേട്ടാ, നമസ്കാരമുണ്ട്. നമസ്കാരം. പറയ്, എന്താ കാര്യം? ചേട്ടാ, നിങ്ങള് ഒരു ജോലിയുടെ വേക്കൻസിയെ പറ്റി എന്നോട് പറഞ്ഞില്ലായിരുന്നോ? ആ ജോലിക്ക് നമ്മുടെ അശ്വിൻ ഒരു പെൺകുട്ടിയെ പറഞ്ഞുകൊണ്ട് വിട്ടിട്ടുണ്ട്. ചേട്ടനൊന്ന് മനസ്സ് വെച്ച് ആ എമൗണ്ട് ഒന്ന് കുറച്ചാൽ നന്നായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്, ദയവിതൊന്ന് നോക്കിയേട്ടാ. അതെ, ആ ജോലിക്ക് 20 ലക്ഷം തരാനും ആള് കാത്തിരിക്കുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേട്ടാ. അത് വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാ. അതെ, 10 ലക്ഷത്തിന് 1 രൂപ പോലും കുറയ്ക്കാൻ പറ്റില്ല. 10 ലക്ഷം ഉണ്ടെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഫോൺ വെക്കേ. നീ തന്നെ കണ്ടില്ലേ ഞാൻ എന്തുമാത്രം യാചിച്ചെന്ന്. 10 ലക്ഷം രൂപയിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കില്ലെന്നാ പുള്ളി പറഞ്ഞേ. സർ, എനിക്ക് വേണ്ടി ഒന്നും കൂടി സംസാരിച്ചു നോക്കൂ. ശരി, വിട്. ഞാൻ പുള്ളിയുടെ അടുത്ത് ഇക്കാര്യം ഒന്ന് നേരിട്ട് സംസാരിക്കട്ടെ. ശരി സർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
ആ ആയിക്കോട്ടെ, നീ ഇറങ്ങിക്കോ. അതെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ശരി, ഞാൻ ചോദിക്കുമ്പോൾ അത് കൊണ്ടുപോവാ, കേട്ടല്ലോ? ശരി സർ. ശരി ശരി, ഇറങ്ങിക്കോ. ഞാൻ അവരോട് സംസാരിച്ചിട്ട് പറഞ്ഞോളാം. ആ ശരി സർ. ഹലോ. ഹലോ രേഖ. ആ പറയൂ സർ. സാറ് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാൾ 10 ലക്ഷം രൂപയിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്ക്, ഇവിടെയൊക്കെ കാശ് കൊടുത്താലേ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ ചെയ്യേണ്ടതെന്ന് പറ. ശരി, അതൊക്കെ വിട്. ഞാൻ നിനക്ക് നല്ലൊരു ഓഫർ തരാം. അത് നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ആ ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ സർ അത്, പറഞ്ഞോളൂ. എല്ലാ കാര്യവും അങ്ങനെ ഫോണിൽ കൂടി പറയാൻ പറ്റുന്നല്ലോ. നീ ഒരു പ്രാവശ്യം കൂടി എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് രണ്ടുപേർക്കും ആ കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ശരി സർ. പെട്ടെന്ന് വരണം കേട്ടോ. സർ, സർ. ആഹാ, സമയത്തെത്തിയല്ലോ, കേറി വാ. ഉം. എന്തിനു വേണ്ടിയാ സർ എന്നോട് വരാൻ പറഞ്ഞത്? നീ ആദ്യം ഇരിക്കേ, സംസാരിക്കാം. എന്താ സർ ഇത്? ഞാൻ എപ്പോ വരുമ്പോഴും നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. വീട്ടിൽ വേറെ ആരുമില്ലേ? ഇവിടെ ആരുമില്ല. ഈ വീട്ടില് ഞാൻ തനിച്ചാണ് താമസിക്കുന്നത്. അത് ശരി. ഓക്കെ സർ. എന്താ സർ, എനിക്ക് ജോബ് കിട്ടുമല്ലോ അല്ലേ? യാ ഷുവർ. നിനക്ക് ഉറപ്പായിട്ട് ഈ ജോലി കിട്ടാൻ പോവുക. സത്യാണോ സർ? സത്യാണെന്നേ. നിനക്ക് ഈ ജോലി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. അതെങ്ങനെ? അവര് 2 ലക്ഷത്തിന് സമ്മതിച്ചോ? ദേ നോക്ക്, 10 ലക്ഷം രൂപയിൽ നിന്ന് 1 രൂപ പോലും കുറയ്ക്കാനാണ് സമ്മതിക്കില്ല. അതെയോ? പിന്നെങ്ങനെയാ സർ? ഞാൻ പറയുന്ന പോലെ നീ ചെയ്യുകയാണെങ്കിൽ ഈ ജോലി നിനക്ക് തന്നെ കിട്ടും. ആണോ? എന്താ സർ ചെയ്യണ്ടേ? എന്റെ കൂടെ നീ കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്താലുണ്ടല്ലോ, ഈ ജോലി ഞാൻ ഉറപ്പായി നിനക്ക് മേടിച്ചു തരും. സർ, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല. ദേ നോക്ക് രേഖ, നീ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ട് ജോലി കിട്ടില്ല. 10 ലക്ഷം രൂപയുണ്ടെങ്കിലേ ഈ ജോലിയെക്കുറിച്ച് അയാളോട് സംസാരിക്കാൻ പറ്റൂ. നിന്റെ അടുത്തുള്ള 2 ലക്ഷം രൂപ വെച്ച് അയാളോട് ജോലിയെപ്പറ്റി സംസാരിച്ച ഒന്നും നടക്കില്ല. അതുകൊണ്ട് നിന്നോട് 10 ലക്ഷം രൂപ റെഡിയാക്കാൻ പറയല്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി 1 രൂപ പോലും നീ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഈ ഓഫർ ഞാൻ നിനക്ക് മാത്രമാണ് തരുന്നത്. ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് ഉടൻ തന്നെ ജോലി ലഭിക്കും. എന്തു പറയുന്നു? വേണ്ട സർ, എനിക്കെന്തോ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. അതെന്താ? നിനക്കിപ്പോ ജോലി വേണ്ടേ? നീ 1 രൂപ പോലും ചെലവാക്കാതെ നിനക്ക് ജോലി കിട്ടാൻ പോവാ. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സൂപ്പർ ചാൻസ് ഉറപ്പായിട്ടും മിസ് ചെയ്യില്ല. പക്ഷേ നിനക്കെന്തോ ഇതിന്റെ വാല്യൂ അറിയില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയല്ല സർ. ഇതൊക്കെ നല്ലപോലെ ആലോചിക്കേ. അങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയേണ്ട കാര്യമില്ല. നീ വീട്ടിൽ പോയി നല്ലപോലെ ആലോചിച്ചിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ ഇവിടെ വന്നാൽ മതി. നിനക്ക് നാളെ തന്നെ ജോലി കയറാൻ പറ്റും. അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ ആണോ? ശരി സർ. എങ്കിൽ പോയിട്ട് വാ. അയ്യോ, ഒരു ഗവൺമെന്റ് ജോലിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോ അയാൾ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്റെ അടുത്താണെങ്കിൽ അയാൾ ചോദിക്കുന്ന അത്രയും കാശുമില്ല. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈശ്വരാ, അവൻ പറയുന്നത് അനുസരിക്കണോ അതോ മറ്റെന്തെങ്കിലും ജോലി അന്വേഷിക്കണോ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഓ,
സർ, ഉം? നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഓക്കെ പറഞ്ഞത്. ദയവേത് എങ്ങനെയെങ്കിലും ആ ജോലി എനിക്ക് വാങ്ങി തരണം സർ. ഉം. ഞാൻ നിങ്ങളെ മാത്രം വിശ്വസിച്ചിരിക്കുന്നത്, എന്നെ ചതിക്കില്ലല്ലോ. ചേച്ചേ, ഞാൻ പറഞ്ഞതൊക്കെ നീ അനുസരിച്ചതുകൊണ്ട് ഉറപ്പായി ഞാൻ ഈ ജോലി മേടിച്ചു തരും. അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങി വെച്ചിട്ട് ഞാൻ നിന്നെ ഫോൺ ചെയ്യാം. നീ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയിക്കോ. ശരി സർ, ഞാൻ നിങ്ങളെയാ മുഴുവനായും വിശ്വസിച്ചിരിക്കുന്നത്. അത് മതി, ബാക്കി ഞാൻ നിൽക്കണം. സർ, എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങാനായിട്ട് ഞാൻ എപ്പോഴാണ് വരേണ്ടത്? അതൊരു 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിനക്ക് കോൾ ചെയ്യാം. ഉം. ഉം. അതിനുശേഷം നേരെ ഇങ്ങ് വന്ന് അപ്പോയിൻമെന്റ് ഓർഡർ വാങ്ങിച്ചിട്ട് നീ വീട്ടിൽ പോയിക്കോ. ഓക്കെ അല്ലേ? ആണോ? അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരാനായിട്ട് 2-3 ദിവസം എടുക്കുവോ? എത്രയും വേഗം കിട്ടുമോ അത്രയും വേഗം ഞാൻ നിനക്ക് അത് മേടിച്ചു തരാനുള്ള എല്ലാ ശ്രമവും നടത്താം. അതുപോലെ ഞാൻ പറഞ്ഞതനുസരിച്ചത് കൊണ്ട് നിനക്ക് ഗവൺമെന്റ് ജോലി വാങ്ങിച്ചു തരേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കേ. നീ വിചാരിച്ചതുപോലെ ഗവൺമെന്റ് ജോബിൽ തന്നെ ജോയിൻ ചെയ്ത് വലിയ പണക്കാരാകാൻ പോവാ അല്ലേ? ശരി സർ, എന്ന് ഞാൻ ഇറങ്ങട്ടെ. ഉം. സർ, ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് അതിനൊക്കെ സമ്മതിച്ചത്. ഉം. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെടി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ആ വീഡിയോ പുറത്തു വരാതിരിക്കണമെങ്കിലേ ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ എന്റെ അടുത്ത് വന്നേ പറ്റൂ. അങ്ങനെ വന്നാൽ മാത്രമേ ഞാൻ ഈ ജോലി വാങ്ങിച്ചു തരൂ. ഗവൺമെന്റ് ജോലി അത്ര എളുപ്പമൊന്നുമല്ല. 10 ലക്ഷം രൂപ ഒരു പ്രാവശ്യം വന്നിന് ഞാൻ കൊടുക്കുന്നു വിചാരിച്ചോ? സർ, നിങ്ങൾ ഒരു തവണ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാ ജോലിക്ക് വേണ്ടി മനസ്സിലാഞ്ഞിട്ട് ഞാനിതിന് സമ്മതിച്ചേ. നിങ്ങളിപ്പോ എന്താ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നേ? ദയവേത് നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കരുത്. എടി, ചുമ്മാതി സിനിമ ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് ഇറക്കാൻ നോക്കല്ലേ. ഞാൻ 10 ലക്ഷം രൂപ നിനക്ക് വേണ്ടിയാണ് ഓഫീസർക്ക് എണ്ണി അങ്ങോട്ട് കൊടുത്തത്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിനക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചു തരാം. എന്താണ് മാഡം, മാഡം ഓക്കെ ആണോ? സോറി സർ. എടി, എന്തോ ടീടി എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്താ അർത്ഥം? എന്നോട് എന്തിനാ വരാൻ പറഞ്ഞേ? എടി, നീ എന്തിനാ കരയുന്നേ? അതിന് മാത്രം ഞാൻ എന്താ ചോദിച്ചത്? അർജന്റായിട്ട് എന്നോട് വരാൻ പറഞ്ഞിട്ട് നീ എന്തിനാ മിണ്ടാതിരിക്കുന്നല്ലേ ചോദിച്ചോളൂ. അതിനെന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? എന്നെ ഒരാള് പറ്റിച്ചടി. എന്തോ ടീടി? എനിക്കറിയാവുന്ന ഒരാള് മാസം 50,000 ശമ്പളം കിട്ടുന്ന പോലെ ഗവൺമെന്റ് ജോലി വാങ്ങി തരാന്ന് പറഞ്ഞു. എടി, ഇങ്ങോട്ട് നോക്ക്. നീ ആദ്യം കാര്യം എന്താന്ന് പറഞ്ഞിട്ട് കരയൂ, അല്ലെങ്കിൽ കരഞ്ഞു തീർത്തിട്ട് കാര്യം എന്താന്ന് പറ. ഒന്നും പറയാണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യാനാ? നീ ആദ്യം കാര്യം എന്താന്ന് പറ. എനിക്ക് പരിചയമുള്ള അയാള് പറഞ്ഞത് കേട്ട് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി വേറൊരാളെ പോയി ഞാൻ മീറ്റ് ചെയ്തു. 10 ലക്ഷം രൂപ കൊടുത്ത ജോലി വാങ്ങി തരാന്ന് പറഞ്ഞു. 10 ലക്ഷം ഒന്നും എനിക്ക് തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനയാള് ഒരു തവണ അയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ ജോലി വാങ്ങി തരാന്ന് പറഞ്ഞു. വേറെ വഴിയില്ലാത്തോണ്ട് അയാള് പറഞ്ഞത് വിശ്വസിച്ച് അയാള് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. എടി, നീ എന്തായി പറയുന്നേ? ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടിട്ട് നീ അയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വരെ തയ്യാറായെന്നോ? അതാടി ഞാൻ ചെയ്ത വലിയ തെറ്റ്. അത് വിട്, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തമില്ലടി. ശരി ശരി, നീ അതോർത്ത് വിഷമിക്കല്ലേ. അല്ലടി, എനിക്ക് തോന്നുന്നത് അയാൾ ഒരു മോശപ്പെട്ട ആളാണെന്നാ. അയാൾക്ക് രാഷ്ട്രീയത്തിലും പോലീസിലും വലിയ പിടിപാടുണ്ട്. നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ പോലും ഒരു പ്രയോജനം ഇല്ലെന്ന് തോന്നുന്നു. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അവന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കണമായിരുന്നു. ഇതിപ്പോ എല്ലാം നടന്നു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിരുന്ന് മൂങ്ങിയിട്ട് എന്ത് കാര്യം? ശരി, പോട്ടെ. നീ ഇപ്പൊ തന്നെ അയാൾക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ പറ. അതിനയാൾ എന്ത് മറുപടിയാ പറയാൻ പോകുന്നതെന്നൊന്ന് കേക്കട്ടെ. ശരിയടി. ആ രേഖ, പറയൂ രേഖ. നീ എനിക്ക് കോൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയായിരുന്നു. നീ ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ വേണ്ടിയല്ലേ എന്നെ വിളിച്ചത്? വിഷമിക്കണ്ട, അത് എന്റെ കയ്യിൽ തന്നെയുണ്ട്. ശരി, നീ നേരെ വീട്ടിൽ വന്നിട്ട് അത് വാങ്ങിച്ചിട്ട് വെക്കോ. എന്ത്? ഞാൻ അങ്ങോട്ട് വരണമെന്നോ? എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. എനിക്ക് പകരമായിട്ട് എന്റെ ക്ലോസ് ഫ്രണ്ട് ഒരുത്തിയുണ്ട്. അവളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. ഇനി അങ്ങോട്ട് അവളാ എനിക്ക് പകരം വരിക. അങ്ങനെയാണോ? ശരി ശരി, എനിക്ക് ആരായാലും പ്രശ്നമില്ല.
ഇതാണ് എന്റെ ഫ്രണ്ട് അനുപമ. ഉം. ഇനി നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഇവൾ ഇങ്ങോട്ട് വന്നോളും. ഹും. എന്നെ വിട്ടേക്ക്. അങ്ങനെയാണോ? ആ ശരി. എനിക്ക് നീ ആയാലെന്താ, നിന്റെ ഫ്രണ്ട് ആയാലെന്താ, ആരായാലും ഞാൻ ഓക്കെ. സർ, ഇവൾക്കും ഒരു ജോലി കിട്ടുമെന്ന് എന്നോട് ചോദിച്ചു. ആ അതുകൊണ്ടാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ അങ്ങനെയാണോ? അതെ സർ. അതിരിക്കട്ടെ, എനിക്കിന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ തരാന്ന് പറഞ്ഞതല്ലേ, തന്നാ നന്നായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നീ അങ്ങ് വിശ്വസിച്ചോ? ഇനി നിനക്കൊരിക്കലും ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടില്ല. അതെന്താ സർ, എന്താ അങ്ങനെ പറയുന്നേ? നിന്നോട് 10 ലക്ഷം രൂപ ചോദിച്ചപ്പോ നീ തന്നില്ലല്ലോ, അതുകൊണ്ട് ആ ജോലി കിട്ടില്ല മോളെ. പക്ഷേ നിന്നെ കണ്ടപ്പോ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ കൂടെ കഴിയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നല്ല രീതിയിൽ കള്ളം പറഞ്ഞ് എനിക്കുണ്ടായ ആഗ്രഹം ഞാൻ തീർത്തത്. കാശ് കൊടുക്കാതെ നിനക്ക് ജോലി കിട്ടണല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്റെ സ്വഭാവം പുറത്തെടുത്തേ. ഇപ്പൊ നീ എത്ര കാശ് കൊടുത്തെന്ന് പറഞ്ഞാലും ആ ജോലി നിനക്ക് കിട്ടില്ല. സർ, ഇതെന്തൊരു അന്യായമാ. ഹലോ, എന്തൊക്കെയാ ഇത്? ഒരു ജോലിക്കുള്ള റെക്കമെൻഡേഷന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന നിങ്ങൾ ഇവളെ മിസ്യൂസ് ചെയ്തോണ്ടിരിക്കായിരുന്നോ? അതോർത്ത് നിങ്ങൾക്ക് ഒരു കുറ്റബോധവും ഇല്ലേ? ദാ നോക്ക്, നിങ്ങൾ ഈ കാണിച്ചത് വളരെ വലിയ തെറ്റാണ്. ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറഞ്ഞേ ശരിയാവൂ. ഇവളെ നിങ്ങൾ മിസ്യൂസ് ചെയ്തെന്ന് പോരാഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതൊക്കെ വീഡിയോയും എടുത്തു വെച്ചിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ ഇന്റർനെറ്റിൽ ഇടുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നോക്ക്, ഇവൾക്ക് വേണ്ടി വക്കാലത്ത് വാദിക്കാൻ വന്നതാണോ നീ? എന്റെ കൂടെ കിടക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് അവൾ വന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇപ്പൊ ഞാൻ വിചാരിച്ച പോലെ എന്നോട് പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു പ്രയോജനമില്ലാതെ ജോലി മേടിച്ചു കൊടുക്കാൻ എനിക്കെന്താ വട്ടാണോ? ഞാൻ പറയുന്നത് ഇവിടെ അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുള്ള വീഡിയോ ഉറപ്പായി ഞാൻ ഇന്റർനെറ്റിൽ ഇടും. ഇപ്പൊ ആ വീഡിയോ നിങ്ങളുടെ കൈ തന്നെ ഉണ്ടല്ലേ? ആ ഉണ്ട്, വളരെ സേഫ് ആയിട്ട് എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ശരി, വാടി പോവാം. എടി എന്താടി നീയൊക്കെ എന്നെ കളിയാക്കാണോ? ഇത്രയും നേരം എല്ലാം കേട്ടിട്ട് മറുപടി പോലും പറയാൻ പോകുന്നില്ല. എന്താടി അർത്ഥം? ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്കിപ്പോ മറുപടി കിട്ടിയേ പറ്റൂ. ഞാനൊരു പ്രസ്സിലെ റിപ്പോർട്ടറാണ്. രേഖ എന്റെ ഫ്രണ്ടാ. താൻ ഈ കാണിച്ചത് കാരണം ഇവള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ നീ ഇവക്ക് വാക്ക് കൊടുത്ത് ചതിക്കായിരുന്നു എന്നുള്ളതിന്റെ യാതൊരു തെളിവും ഇവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഇവളുടെ കൂടെ വന്നത്. ഇപ്പൊ ഞങ്ങൾക്കേ ആവശ്യത്തിനുള്ള പ്രൂഫ് കിട്ടി. എന്താ പറയുന്നേ? അതെ, താനിപ്പോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പെന്നിനകത്തുള്ള ഹിഡൻ ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. നീ രേഖയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ചതിക്കുകയായിരുന്നു. അതും പോരാഞ്ഞിട്ട് തനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഇവളെ വിളിച്ചു വരുത്തി ഇവളെ മിസ്യൂസ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ കയ്യിലുള്ള ഈ എവിഡൻസ് വെച്ച് നിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാ. അതിനുശേഷം ഏകദേശം ഒരു 5 വർഷമെങ്കിലും താൻ ജയിലിൽ കടന്ന് നരകിക്കേണ്ടി വരും. എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, എന്നെ പറ്റി നിനക്ക് അറിയില്ല. ദാ നോക്ക്, തനിക്കെതിരായിട്ടുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചാനലിലേക്ക് അയച്ചു കൊടുത്ത് ടെലികാസ്റ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം ഞാൻ രേഖയോട് നിന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറയും. ഇനി മേല നീ ആരോട് ഇമ്മാരി പരിപാടി കാണിക്കരുത്. ഒന്നും നിക്കേ, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ എന്റെ ജീവിതം തന്നെ നശിച്ചു പോകും. ഞാൻ പറഞ്ഞ പോലെ രേഖ ഞാൻ ജോലി മേടിച്ചു കൊടുക്കാം. ദയവേദി ഈ കാര്യം നിങ്ങൾ പുറത്ത് ആരോടും പറയരുത്. ഇനി നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ എന്താ മണ്ടിയാണോ? ഇവനെ ഒന്നും വെറുതെ വിടരുത്. എന്നെ പറഞ്ഞു പറ്റിച്ചതുപോലെ എത്ര പാവം പെൺകുട്ടികളെ ഇവൻ പറ്റിച്ചിട്ടുണ്ടോ ആവോ. ഇവനൊന്നും പുറത്ത് നടക്കാൻ പാടില്ല. ഉടൻ തന്നെ നിന്റെ ചാനലിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യും. ഞാൻ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഇവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാം. പെൺകുട്ടികളുടെ ജീവിതം വെച്ച് കളിച്ചാൽ എന്താ സംഭവിക്കാൻ ഇവൻ ഇന്ന് പഠിച്ചേ പറ്റൂ. അതെ, അയ്യോ, ഇതോടുകൂടി എന്റെ ജീവിതം തന്നെ അവസാനിക്കും. അവർ പറഞ്ഞതുപോലെ ചെയ്ത വലിയ പ്രശ്നമാകും. അയ്യോ.